നമ്മുടെ സാബു ചേട്ടൻ കല്ല് സാബു എന്ന് അറിയപ്പെടുന്നു. കല്ല് സാബു. അതുകൊണ്ട് കല്ലി കിടക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വെച്ചിറങ്ങി. ഇപ്പോൾ മുന്നിൽ 2 വഴികൾ കാണുന്നുണ്ട്. ഇല്ലിക്കൽക്കെല്ലാം അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലവേഴ പൂഞ്ചിറ അങ്ങോട്ടായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ചോദിക്കാൻ ആരെയും കാണാനില്ല. ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇപ്പോൾ ഇല്ലിക്കൽക്കല്ല് ചെന്നിട്ട് വേണം ഇലവീഴ പൂഞ്ചിറയിൽ പോകാൻ. കാരണം ഞങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് ഒരു ചേട്ടൻ പറഞ്ഞതാണ്. പക്ഷേ ഡയറക്റ്റ് ഇലവീഴ പൂഞ്ചിറ എത്തണമെങ്കിൽ നമ്മൾ ഈരാറ്റുപേട്ട മേലുകാവ് ആ ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ വേറൊരു റൂട്ടാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇല്ലിക്കൽക്കല്ല് ചെന്നിട്ടേ നമുക്ക് ഇലവീഴ പൂഞ്ചിറ പോകാൻ പറ്റും. പക്ഷേ ഇല്ലിക്കൽക്കല്ല് ഇപ്പോൾ തൽക്കാലം കയറുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു പോണ വഴി നല്ലൊരു സ്പോട്ട് കിട്ടും. നല്ല അടിപൊളി വലിയ മലകളും. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഇതേപോലെ അരുവി ഒഴുകണ സമയത്ത് അല്ലേ തൂക്കുപാലം കണ്ടില്ലേ? തൂക്കുപാലം അത് അടിപൊളി റൂട്ടാണ്, കിടിലൻ റൂട്ട്. പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോകുന്നത്. പക്ഷേ നല്ല സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് ഏരിയയിലായിരുന്നത്. എന്തായാലും ഞങ്ങൾ യാത്ര തുടങ്ങി. അതെന്തായാലും കാണാൻ പറ്റില്ല. അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ വേറെ വഴിയായിരിക്കും മിക്കവാറും പോകുന്നത്, ഇവിടെ ആയിരിക്കില്ല. പോവാം ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇല്ലിക്കൽക്കല്ല് എത്തിയിട്ട് ഞങ്ങൾ ഇല്ലിക്കൽക്കല്ല് കയറണില്ല. അവിടെ നിന്ന് ടേണിങ് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായി. നമ്മൾ ഇലവീഴ പൂഞ്ചിറ പോണ വഴി ജസ്റ്റ് ഒരു ടേണിങ് ഇനിയുണ്ട് കേട്ടോ. ഇലവീഴ പൂഞ്ചിറക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇല്ലിക്കൽക്കല്ലിൻ്റെ അവിടെ എത്തി. നമ്മുടെ മെയിൻ പാർക്കിംഗ് അവിടെ നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു ബൈറ്റ് പറഞ്ഞിട്ട് പോകാൻ എഴുതി, അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും കയറുള്ള കാര്യം ഇവിടെ കയറണമെന്നൊക്കെ ഉണ്ടായി, ഞങ്ങളുടെ പ്ലാനിലുണ്ടായാണ് ഫസ്റ്റ്. പക്ഷേ ഇല്ലിക്കല്ലിൽ കുറച്ച് കയറുള്ള ഒരു സീനാണ്. ഇവൾക്ക് ബുദ്ധിമുട്ടാണ് അത് കയറാൻ ഈ കണ്ടീഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡ്രോപ്പ് ചെയ്ത പ്ലാനായിരുന്നു ഞങ്ങൾ. ഫസ്റ്റ് ഇല്ലിക്കൽക്കല്ലും ഇലവീഴ പൂഞ്ചിറയാണ് പ്ലാൻ ചെയ്തത്. പിന്നെയാണ് വാഗമൺ കയറി വന്നത്. അപ്പോൾ പോണ വഴി ഒരു മണിക്കൂറിൽ എടുത്തില്ല. ഞാൻ വന്ന് അമ്മേനെ ആക്കിയിട്ടു. അമ്മേനെ കടലാക്കാൻ വേണ്ടി പോയി. മടി നമുക്ക് ഇപ്പോൾ തന്നെ പോകാം, സ്റ്റേ അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാണ്. പോണ വഴി ഇപ്പം വാഗമണിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു. പിന്നെ പറഞ്ഞ് എന്തായാലും പോവാം, ഇനി ഡെലിവറിക്ക് ശേഷം എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഒന്ന് പയ്യെ എത്രത്തോളം സേഫ്റ്റി നോക്കി തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെയും ഈ സൈഡും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, ഫൈനലി ഞങ്ങൾ ഇതാ ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിട്ടാ. ഞങ്ങൾ ഇല്ലിക്കൽക്കല്ലിൽ കയറിയില്ല, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ പക്ഷേ റോഡ് ഭയങ്കര മോശമായിരുന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലായി സാധിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മുതൽ ഇപ്പോൾ വരെയും ഞങ്ങൾ ഗൂഗിൾ മാപ്പ് മാക്സിമം ഒഴിവായിക്കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വഴി ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇല്ലേ എനിക്ക് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പോലെ. പക്ഷെ പറയും തോറും പക്ഷെ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒന്നല്ലെങ്കിൽ റോഡ് മോശം അല്ലെങ്കിൽ ഓട്ടം കൂടുതൽ, അത്തരം വഴികളാണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പോലെ. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഇല്ലിക്കൽക്കല്ല് ടച്ച് ചെയ്തുകൊണ്ടുള്ള വഴിയാണ് എനിക്ക് പറഞ്ഞത്. അതും അത്രക്ക് മോശം വഴി. അപ്പോൾ ഇവളെ ഗട്ടറുള്ള സ്ഥലത്തേക്ക് ഇറക്കി നടത്തിക്കൊണ്ടാണ് വന്നത്. പിന്നെ അതെ ഇപ്പോൾ അവിടെ നിന്ന് കയറി വന്നി വണ്ടി അവിടെ വെച്ച്. പിന്നെ ഇവിടം വരെ വണ്ടി വരും. പക്ഷേ പിന്നെയും ഇവളെ ഒറ്റക്ക് നടക്കണമല്ലോ എന്ന് എഴുതി ആ വണ്ടി താഴ്ത്തി വെച്ചിട്ട് നടന്ന് കയറണേ. അതെ. ഇപ്പോൾ നമുക്കിനി അങ്ങോട്ട് കയറി പോകാനുണ്ട്. അതുകൊള്ളാം. ഇവിടെ എല്ലാം ജീപ്പിലേക്ക് പോകണത്. ഞാൻ ജീപ്പിൻ്റെ വിഷ്വൽ നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. ജീപ്പ് ആ കല്ലിൽ കൂടെ കയറി പോകണം. പക്ഷേ റെക്കോർഡ് എന്തോ പറ്റി, റെക്കോർഡിങ് അത് കംപ്ലീറ്റ് എന്തോ ആയില്ല. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സ്ഥലമാണ്. നോക്കട്ടെ, എനിക്കറിയില്ല. ഫ്രണ്ട്സ്, ഇവിടെ ജീപ്പ് തന്നെയാണ് ശരണം. പക്ഷേ നമുക്ക് പറ്റാത്തതുകൊണ്ട്, കാരണം ഇത്തരത്തിലൊരു കയറ്റമാണ്, ഭയങ്കര കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെട്ട സ്ഥലമൊന്നുമില്ല. ഒരുവിധപ്പെട്ട എല്ലാവരും മലയാളികളും പോയിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഞങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ ആഡ് ചെയ്യുമല്ലോ, അത്രേ ഉള്ളൂ.
ഫ്രണ്ട്സ്, നമുക്ക് ആ ടോപ്പിലുള്ള പോയിന്റ് കാണുന്നുണ്ട്. അവിടം വരെ നമ്മളിങ്ങനെ നടക്കണം. കഷ്ടപ്പെട്ട് നടക്കണം. എന്തായാലും വന്നില്ലേ, കയറിയിട്ട് വേണം. ലച്ചു ഓക്കെ അല്ലേ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല? ഗർഭിണി പരിഗണനയൊക്കെ മാറ്റി നിർത്തും. വെയിലില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. വെയിലുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ ടയേർഡായി പോയാനെ. ഒരു ബുദ്ധിമുട്ടുണ്ട്, ചെറുതൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. താഴെ റോഡ് കാണുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് കണ്ടില്ലോ റോഡ്. തിരിച്ചു പോകുമ്പോൾ ഈ പ്രോപ്പറായിട്ട് വഴി ചോദിച്ച് മനസ്സിലാക്കി ഏത് റൂട്ടാണ് ഗട്ടർ കുറവ് എന്ന് നോക്കിയിട്ട് മാത്രമേ പോകണുള്ളൂ. ഓരോരുത്തർ പറഞ്ഞ വഴി പോയി ഒരു വിധത്തിലായി. എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ കയറിയിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഡയറക്റ്റ് വീട്ടിലേക്കാണ്. ഇനി വേറെ അടുത്ത് സ്റ്റോപ്പില്ല. ബാ, ഞാൻ താ ശങ്കരൻ തമ്പി. ഫ്രണ്ട്സ്, ഇത്തരത്തിലൂടെ ഒരുപാട് ജീപ്പ് കിടപ്പുണ്ട്. ഈ ജീപ്പിൽ നമ്മൾ അവിടെ നിന്ന് ഇറക്കി തരാം. അവിടെ നിന്ന് കയറുന്ന ജീപ്പിനും എൻട്രി ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ നിന്ന് പിന്നെ നടന്ന് കയറുന്ന ജീപ്പിൽ വന്നവരായാലും. യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഉണ്ട്. ഇടുവോ? ഇതൊക്കെ യൂട്യൂബ് ചാനൽ ഇടുവോ? ഇടും. ഞങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. നമ്മുടെ സാബു ചേട്ടൻ കല്ല് സാബു എന്ന് അറിയപ്പെടുന്നു. കല്ല് സാബു. ആ, അതുകൊണ്ട് കല്ലി കിടക്കുന്നു. വേറെ വേറൊന്നും ഇങ്ങനെ എല്ലാരും പേര് പറഞ്ഞു. എല്ലാരും പേര് പറഞ്ഞു. എന്റെ പേര് സച്ചിൻ. ഞാൻ വന്നോളൂ. ശ്രീയേഷ് കൊച്ചി വ്ളോഗ്സ് ഇല്ല യൂട്യൂബില്. ജീപ്പ് സർവീസ് ആണ്. അതാ, അയ്യോ അങ്ങനെ നീ അങ്ങനെ പ്രമോഷൻ ഉണ്ടാക്കണ്ട. പുതിയതാ, കോണ്ടാക്ട് ചെയ്തോളൂ. കണ്ണൂര് പേരെങ്ങനെയായിരുന്നു? ശ്രീയേഷ്, SREYESH യൂട്യൂബില്. ഓക്കെ, വന്നിട്ടുണ്ടോ? ശ്രീ വന്നോ? ഇല്ല, എനിക്ക് നെറ്റില്ല, ഞാൻ വേറെ അടിച്ചിട്ട് പോവാം. ശ്രീയേഷ് കൊച്ചി എന്ന് അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ശരി. ഫ്രണ്ട്സ്, ഇവിടെ ജീപ്പുകാർ ഭയങ്കര അടിപൊളി കോമഡി പീസുകളാണ്. അടിപൊളിയാ. കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മെല്ലെ കയറാം. ഇത് ഒരു പോലീസുകാരുടെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്ന് വണ്ടികൾക്ക്, ഒരു വണ്ടിക്ക് എൻട്രി ഇല്ല. ജീപ്പിന് ഉൾപ്പെടെയുള്ള വണ്ടികൾക്ക് എൻട്രി ഇല്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതാ മുന്നോട്ട് നടക്കുന്നതാണ്. ഇവിടെ പിന്നെയും കല്ല് കുറച്ചുകൂടി അടുത്തടുത്ത് കിടക്കുന്ന കല്ലുകളാണ് കേട്ടോ. നമ്മ വേർത്ത് ചെറിയൊരു വേർപ്പുണ്ട്. അപ്പോൾ ആ തണുത്ത കാറ്റൂടെ അടിക്കുമ്പോൾ നല്ല സുഖം. നമ്മ കല്ലൊന്നും സൂക്ഷിച്ച് കണ്ടു വന്നവർ, വരാത്തവർ. വന്നവർക്ക് ഓൾറെഡി അറിയാൻ പറ്റും. പുതിയതായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ പറഞ്ഞേ ഇവിടെ നോക്കി കയറണം. പിന്നെ ശാരീരിക അസ്വസ്ഥതയുള്ളവരൊക്കെ അധികം ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം അത്യാവശ്യം കുറച്ച് കയറ്റമുണ്ട് ഇവിടെ. പിന്നെ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് പോന്നോ, പോയിക്കോ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ അടുത്തെത്താറായി. മൂത്ത് വെട്ടം കുറഞ്ഞോടുന്നില്ലേ? ഒരു മഴക്കാർ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ എത്താറായി. അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ സ്ഥലം മലയാളികൾ കൂടുതൽ ഫെമിലിയർ എന്ന് വെച്ചാൽ നമ്മുടെ സൗബിൻ്റെ സിനിമയിലെ വേഴാപ്പൂഞ്ചിറ. അതുവഴി ഞാനും എപ്പോഴാണ് ഈ ആ സ്ഥലത്തിൻ്റെ ആദ്യമായിട്ട് കേട്ടത് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഏകദേശം എത്തി. നമ്മുടെ അവരുടെ പോലീസുകാരുടെ സ്ഥലമില്ലേ, എനിക്കിപ്പോൾ എത്താറായി. പക്ഷെ അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഒന്നും അല്ല, വെറുതെ പൂട്ടിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കുക. ഏകദേശം എത്തി ഇവിടെ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ സിനിമയിൽ കണ്ട ആ സ്ഥലം എത്തിയിട്ടോ. ഇതാണ് സിനിമയിലെ കണ്ട അവിടെ വേറെ സ്റ്റേഷൻ.
നോക്കി കാണാം ആ സിനിമയിൽ വയർലെസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നത്. ഇവിടെയാണ് ആ വ്യൂ വരുന്നത്. നല്ല ഗംഭീര വ്യൂ ആണ് കേട്ടോ. അതല്ലേ അടിപൊളി. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഒന്നും കേട്ടോ. അപ്പുറത്ത് വേറെ വയർലെസ് സ്റ്റേഷൻ നിലവിൽ വർക്കിംഗ് ആണ്. പക്ഷേ ഇത് പഴയത് സിനിമയിൽ അവർ യൂസ് ചെയ്തേക്കുന്നത് ഇതാണ്. ഈ ഒരു പരിസരം കംപ്ലീറ്റ് ആണ് അവർ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. എന്തായാലും കുളവിൽ വലിയൊരു ടവറുണ്ട്. പിന്നെ കംപ്ലീറ്റ് വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഗോപ്രോയിലായതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് വ്യൂ ഇതിൽ. അവിടെ വലിയൊരു തടാകം പോലെ അത് ഭയങ്കര നീളത്തിൽ കിടക്കണ പാലമൊക്കെ കാണാൻ പറ്റുന്നുണ്ടൊക്കെ ഇതിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇലവിഴ പുഞ്ചിരിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് തിരിച്ച്. ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിലേക്ക് പോകണം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ ലച്ചു. സിപ്ലൈനോ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മിപ്പോൾ ഇലവീഴ പുഞ്ചിരട താഴെ തിരിച്ചെത്തി. ഇതിവിടെ ഒരു KSRTC ബസ് കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. പിന്നെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ബാഗ് ഇവിടെ തന്നെ വെച്ചിട്ട് പോയത്. ഡ്രസ്സ് മാത്രം ഉള്ളതുകൊണ്ട് വെച്ചിട്ട് പോയത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. ഇവിടെ ഒരു ടവറിട്ട് വെച്ചു. എങ്ങനെ ഉണ്ടായി മൊത്തമുള്ള എക്സ്പീരിയൻസ്? കേറാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇറങ്ങി സാധാരണ ഈ കയറ്റം ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുള്ളത്. പൊതുവെ ആൾക്കാർക്ക് അങ്ങനെയാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എത്തിപ്പോലും തോന്നി എനിക്ക്. അപ്പോൾ കഴിഞ്ഞ് സമയം 5:10. എനിക്ക് തോന്നുന്നു നമ്മളങ്ങ് നോക്കുമ്പോ ഇത്രയും കയറണം ആ ഒരു ഇതിൽ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞ് ഒരു കൊച്ചിനെയൊക്കെ കണ്ട് അതിനോടൊക്കെ ഞാൻ ഈ കുടയും കുത്തിപ്പിടിച്ച് നടക്കുമ്പോ അതിന്റെ കുഞ്ഞു കുട നമ്മുടെ കുടയും കുത്തിപ്പിടിക്കാന്ന് ചെറിയ കുടയുണ്ട്, അതും കുത്തിപ്പിടിച്ച് അവൻ നടക്കണം. അവനത് കുത്തിപ്പിടിച്ച് നടക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഇനി 5:10 അപ്പോൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. അപ്പോൾ തൊടുപുഴ ചെന്നിട്ട് അവിടെ നിന്ന് മൂവാറ്റുപുഴ മേളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി റോഡ്. അപ്പോൾ ആ വഴിയാണ് ഇനി പോകാൻ നോക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതില്ല. എന്തായാലും കാണാം നമുക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഒപ്പം നേരത്തെ ഉണ്ടായ കുറച്ച് ജീപ്പുകാരിലാണ് സംസാരിച്ച്. ജീപ്പ് എല്ലാവരും അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇലവിഴ പുഞ്ചിറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇലവിഴ പുഞ്ചിറ എന്ന പേര് വരാൻ കാരണം ഒരു ചിറയാണ്. ആ ചിറയിൽ ഇലയോ പൂവോ വീഴിയല്ല. അതുകൊണ്ടാണ് ഇലവിഴ പുഞ്ചിറ എന്ന് പേര് വരാൻ കാരണം. ആ ചിറയിൽ പണ്ട് പാഞ്ചാലി കുളിച്ചിട്ടുണ്ട്. അതിൽ പാഞ്ചാലി കുളിച്ചപ്പോൾ പുഷ്പവൃഷ്ടി നടത്തിയപ്പോൾ മുനിമാര് ശപിച്ചപ്പോൾ അതിനാൽ അതിൽ പിന്നെ അവിടെ വ്ലോഗ് എടുക്കൂല, ശല്യപ്പെടുത്താതെ പോടാ മിണ്ടാരി. അതുകൊണ്ടാണ് ഇലവിഴ പുഞ്ചിറ എന്ന് പേര് വരാൻ കാരണം. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ജീപ്പ് യൂണിയനാണ്, നമ്മുടെ ആൾക്കാരാണ് ഇവിടുത്തെ വരുന്നവരെല്ലാവരും. നമ്മുടെ ആ ഇലവിഴ പുഞ്ചിറ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ഒരു വ്യക്തിയാണ് ആ വരുന്നത്, ഇലവിഴ പുഞ്ചിറ സിനിമയ്ക്കകത്ത്. അപ്പം എല്ലാവരും വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീപ്പ് സർവീസ് കാണും. ജീപ്പ് സർവീസ് ഒരു വണ്ടിക്ക് 1000 രൂപയാണ്. നമ്മൾ അപ്പുറത്ത് മുനിയറ ഗുഹ, ചെറ വ്യൂ പോയിന്റ്, ഇത് മൂന്നും കൊണ്ട് കാണിച്ച് തിരിച്ചിവിടെ കൊണ്ടുവിടും. അപ്പ് ആൻഡ് ഡൗൺ 1000 രൂപയാണ്. അപ്പോൾ വരുമ്പോൾ വിളിക്കുക. എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം, അതിലേക്ക് കമന്റ് ഇട്ടേക്കാം. കൊടുത്തേക്കാം ആണല്ലേ. ഇവിടെ വന്നിട്ട് പുതുമനക്കൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ കാണും. നീലവണ്ടി, ചുമല വണ്ടി, വെള്ള വണ്ടി. ഈ വണ്ടിയിൽ വിളിക്കുക. ബാക്കി ഇവരുടെ എല്ലാവരും ഇവിടുത്തെ ജീപ്പുകാരാണ്, ഇവിടുത്തെ ആൾക്കാരാണ് എല്ലാം. ഓക്കെ, സത്യമായിട്ട് നാളെ തൊട്ട് ഇവന്റെ നാട് കാഞ്ഞാറാണ്. കാഞ്ഞാറിനുള്ള വണ്ടി ഒന്നും ഇവിടെ കയറ്റുന്നതല്ല. അതുകൊണ്ട് ഇവന്റെ വണ്ടി ഒന്നും ഇവിടെ കാണൂല. നാട് കട്ടപ്പനയാണ്. വീടോടെ എന്റെ വീട് മുണ്ടക്കയം. ബാക്കി നിങ്ങളെല്ലാവരും എടുത്തുകാരാണോ? അല്ല, നിങ്ങളെല്ലാവരും എടുത്തുകാരല്ലോ. ബ്ലോഗിൽ വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഇലവിഴ പുഞ്ചിറന്ന് ഇറങ്ങി ആ ജീപ്പുകാർ നല്ല കമ്പനിയാണ് കേട്ടോ. പക്ഷെ അവർ ആ നമ്പർ കൊടുക്കാനൊക്കെ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ ചോദിച്ചു നമ്പറിലും കൊടുക്കുന്നത്. ഇപ്പോൾ വേണ്ട, കുഴപ്പമില്ല, വരുമ്പോഴത്തേക്കും അതെ അതെ. ആ പുള്ളി ഒരാളുടെ നമ്പർ വെച്ചാൽ ബാക്കിയുള്ള ഓരോരുത്തർക്ക് ഓരോ ജീപ്പാണല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ വേണ്ട, കുഴപ്പമില്ല, ഒരാളുടെ മാത്രം അങ്ങനെ പ്രൊമോഷൻ ചെയ്യണം ശരിയല്ല. പറ്റും, നമ്മുടെ വലിയൊരു പ്രൊമോഷൻ ഒന്നുമല്ല. പക്ഷേ എങ്കിലും കാണുന്ന ആരെങ്കിലുമൊക്കെ വന്നാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നോക്കാമല്ലോ. പിന്നെ ഇപ്പം എന്തായാലും ഇപ്പം അവിടെ നിന്ന് തൊടുപുഴ റൂട്ടാണ് കേട്ടോ. അല്ലേ, നല്ല
അടിപൊളി വഴി കേട്ടോ, ഇടിലും വഴി. ഇവിടെ നിന്ന് നേരെ തൊടുപുഴ, അവിടെ നിന്ന് പോവാം. എന്തായാലും ബാക്കി യാത്ര തുടരാം ഫ്രണ്ട്സ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി, ഒന്ന് ഫ്രഷായി, ടയർഡായിപ്പോയി. ഭയങ്കര ഇഷ്യൂന്നുമില്ല, ഇല്ല കുഴപ്പമില്ല. കാലില് വെച്ചിട്ട് കാലിൽ കുറച്ച് നീരുണ്ടെന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റ്. പ്ലാൻ ചെയ്ത പോലെ, ഒരുവിധം പ്ലാൻ ചെയ്ത പോലെ തന്നെയൊക്കെ ആക്കിയെടുത്ത്. ഫസ്റ്റ് ദിവസം പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും സെക്കൻഡ് ഇല്ലിക്കൽക്കെല്ലാം കാണാൻ പറ്റി. പക്ഷെ ഞങ്ങൾ മേലിലേക്ക് കയറിയില്ല കേട്ടോ, കാരണം സമയക്കുറവുള്ളതുകൊണ്ടാണ്. പിന്നെ കേവ് കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞങ്ങളത് വേണ്ടെന്ന് വെച്ച്. അതെ, ടൈം ഗ്യാപ്പ് പണിയോ ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോയിട്ട് അതിപ്പോ ഇലവിഴ പുഞ്ചിറ പോയി, അവിടെയും അതെ, അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇലവിഴ പുഞ്ചിറയും. എല്ലാം കൊണ്ടും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ അതെ, എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടേ എനിക്ക് പറയാൻ പറ്റും. ഒരു മുന്നേ ചിലപ്പോൾ വീഡിയോ വന്നിട്ടുണ്ട്, ചിലപ്പോൾ 2 വീഡിയോ മുന്നേ നോക്കണ, അല്ലെങ്കിൽ ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ പറയാൻ പറ്റില്ല, നോക്കണം. 2 വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. എന്തായാലും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, മുന്നോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി എന്തായാലും ഞങ്ങൾ ഒരുമിച്ചൊരു ട്രിപ്പ് ഡെലിവറിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ, കാരണം ഇനിയും അതെ ഇനിയും റിസ്ക് എടുത്ത് പോകുന്നത് അത്ര ശരിയായ ഏർപ്പാടല്ലല്ലോ. ഒരു തവണ പോയി, അതൊക്കെ അവരാഗ്രഹം കൊണ്ട് പോയത്. അപ്പോൾ ഇനി എന്തായാലും ഇനി പോകുന്നതാണെങ്കിൽ ഞാൻ ഫോളോ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും തുടർന്ന് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.